ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും ദുരൂഹമായ സാഹചര്യത്തിൽ വീണ്ടും ഒരു അമേരിക്കൻ പൗരനെ സുരക്ഷാ സേന പിടികൂടിയിരിക്കുകയാണ്. US നാവികസേനയിലും അമേരിക്കയുടെ ഏറ്റവും മാരകമായ പ്രത്യേക സൈനിക വിഭാഗമായ സ്പെഷ്യൽ ഫോഴ്സിലും 6 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു അമേരിക്കൻ പൗരനെ ഉത്തർപ്രദേശിലെ തന്ത്രപ്രധാനമായ ഇൻഡോ നേപ്പാൾ അതിർത്തിയിൽ വെച്ചാണ് സുരക്ഷാ സേന പിടികൂടിയിരിക്കുന്നത്. യാതൊരുവിധ സാധുവായ യാത്രാരേഖകളോ പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അതീവ രഹസ്യമായി ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ അതിർത്തി രക്ഷാ സേനയായ ശാസ്ത്ര സീമാബൽ പിടികൂടിയത്. അതിർത്തിയിലെ സൊനാലി കോട്ട്വാലി പരിധിയിലുള്ള ഭഗ്വാൻപൂർ പോലീസ് ഔട്ട്പോസ്റ്റിന് കീഴിലുള്ള ബോർഡർ പില്ലർ നമ്പർ 516 സമീപമുള്ള ഒരു അനധികൃത കാട്ടുപാതയിലൂടെ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാലിഫോർണിയ സ്വദേശിയായ ജോർദാൻ ബ്രൗൺ പിടിയിലാകുന്നത്. പതിവ് പട്രോളിംഗിനിടെയാണ് ഇയാളെ ശാസ്ത്ര സീമാബൽ ജവാന്മാർ കണ്ടെത്തുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയ ഇയാളോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ജോർദാൻ ബ്രൗണിനെ ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് കീഴ്പ്പെടുത്തി. ഇയാളെ വിശദമായി പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് 31,460 രൂപയും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. ഇന്ത്യയിൽ താമസിക്കാനോ വിദേശയാത്ര നടത്താനോ ഉള്ള ഒരു ഔദ്യോഗിക രേഖയും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ രാജ്യാന്തര അതിർത്തികളിൽ സമീപകാലത്ത് ഇത്തരം വിദേശികളുടെ ദുരൂഹമായ സാന്നിധ്യമുണ്ടാവുന്നത് ഇന്റലിജൻസ് ഏജൻസികളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മ്യാൻമർ അതിർത്തിയിൽ നിന്ന് മാത്യു വാൻഡേക്ക് എന്ന ഒരു അമേരിക്കൻ പൗരനെയും 6 ഉക്രൈൻ പൗരന്മാരെയും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരുന്നു. മ്യാൻമറിലെ വംശീയ സായുധ ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ പരിശീലനവും ലോജിസ്റ്റിക് സഹായവും നൽകുന്ന വിദേശ കൂലിപ്പടയാളികളാണ് ഇവരെന്നാണ് NIA നിഗമനം. ഇവരിപ്പോൾ തീഹാർ ജയിലിലാണ്. ഈ കേസിൽ NIA അന്വേഷണം നടന്നുവരവെയാണ് വീണ്ടും ഒരു അമേരിക്കൻ പൗരൻ അതിർത്തിയിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. നേപ്പാൾ അതിർത്തിയിൽ നിന്നും മുൻ US കമാൻഡോ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പിടിയിലായതിനെ ഏജൻസികൾ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇന്ത്യയുമായുള്ള പ്രത്യേക കരാറുകൾ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്കും നേപ്പാൾ പൗരന്മാർക്കും കേവലം സാധാരണ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഈ അതിർത്തി കടക്കാമെങ്കിലും വിദേശ പൗരന്മാർക്ക് കൃത്യമായ പാസ്പോർട്ടും ഇമിഗ്രേഷൻ അനുമതിയും ഇല്ലാതെ ഈ അതിർത്തി കടക്കാൻ യാതൊരു നിയമപരമായ അവകാശവുമില്ല. പിടിയിലായ ജോർദാൻ ബ്രൗണിനെ ചോദ്യം ചെയ്ത സൊനാലി SHO മഹീന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഇയാൾ നൽകിയ മൊഴികളിൽ കടുത്ത വൈരുദ്ധ്യങ്ങളും നിഗൂഢതകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. താൻ 70ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ ആദ്യം അവകാശപ്പെട്ടത്. ടൂറിസ്റ്റ് വിസയിൽ തായ്ലൻഡിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടുവെന്നും തുടർന്ന് സമുദ്രമാർഗം അതീവ രഹസ്യമായി ശ്രീലങ്കയിലെത്തിയ ശേഷം അവിടെ നിന്ന് 2025 നവംബർ 2 കടൽ മാർഗം ഇന്ത്യയിൽ അനധികൃതമായി എത്തിച്ചേർന്നുവെന്നാണ് ഇയാൾ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത്. ഇന്ത്യയിൽ കടന്ന ശേഷം കഴിഞ്ഞ 8 മാസത്തോളമായി താൻ ഗോവയിലാണ് താമസിച്ചിരുന്നതെന്നും ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട നാസ് എന്ന ഒരു നേപ്പാളി സ്വദേശിയെ കാണാനാണ് ഇപ്പോൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചതെന്നുമാണ് ഇയാളുടെ ആദ്യത്തെ മൊഴി. എന്നാൽ പിന്നീട് ചോദ്യം ചെയ്യൽ മുറുകിയപ്പോൾ ഇയാൾ മൊഴികൾ മാറ്റി പറയാൻ തുടങ്ങി. മെയ് മാസത്തിൽ ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ച ശേഷമാണ് ഇന്ത്യയിലെത്തിയതെന്നും വെറും 2 മാസം മുൻപാണ് ഗോവയിലെത്തിയതെന്നുമാണ് പിന്നീട് പറഞ്ഞത്. ഗോവയിൽ 6 ആഴ്ചയോളം താമസിച്ച ശേഷം ബംഗളൂരുവിലെത്തുകയും അവിടെ നിന്ന് ജൂലൈ 8 ബസ് മാർഗം ലക്നൌവിലും പിന്നീട് ഗോരഖ്പൂരിലും എത്തി അവിടെ നിന്ന് ടാക്സി വിളിച്ച് സൊനാലി അതിർത്തിയിൽ എത്തിയെന്നുമാണ് പുതിയ മൊഴി. തന്റെ പാസ്പോർട്ട് ബംഗളൂരുവിലുള്ള ഒരു സുഹൃത്തിന്റെ പക്കലാണെന്ന് ഇയാൾ പറയുന്നുണ്ടെങ്കിലും ആ സുഹൃത്തിന് കൃത്യമായ വിലാസമോ വിവരങ്ങളോ നൽകാൻ ജോർദാന് കഴിഞ്ഞിട്ടില്ല. പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാണ് ബാലിയിലേക്കും ഇന്ത്യയിലേക്കും വിമാന സമുദ്ര യാത്രകൾ നടത്തിയത് എന്നതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ വ്യക്തത ലഭിച്ചിട്ടില്ല. കൂടുതൽ ദുരൂഹത ഉണർത്തുന്നത് ഇയാളുടെ വ്യക്തിഗത പശ്ചാത്തലമാണ്. കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താൻ US നാവികസേനയിലും സ്പെഷ്യൽ ഫോഴ്സിലും 6 വർഷത്തോളം മികച്ച സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും 2 വർഷം മുൻപാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതെന്നും ഇയാൾ അവകാശപ്പെടുന്നു. തന്റെ മാതാപിതാക്കൾ 2 പേരും മരണപ്പെട്ടവരാണെന്നും ഇയാൾ പറയുന്നു. കൂടാതെ 3 വർഷം മുമ്പ് ഇറ്റലിയിൽ വെച്ച് പരിചയപ്പെട്ട ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ ഒരു യോഗ ഇൻസ്ട്രക്ടറെ 2024 ഒക്ടോബറിൽ താൻ വിവാഹം കഴിച്ചതായും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യാതൊരുവിധ നിയമപരമായ യാത്രാരേഖകളോ പാസ്പോർട്ടോ ഇല്ലാത്ത ഒരു വിദേശ പൗരന്റെ വിവാഹം എങ്ങനെയാണ് ഇന്ത്യയിലോ വിദേശത്തോ ഔദ്യോഗികമായി നടന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായ തെളിവുകൾ നൽകാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയെ ഔദ്യോഗികമായി വിവരമറിയിച്ചിട്ടുണ്ടെന്ന് മഹാരാജ്ഗഞ്ച് അഡീഷണൽ SP സിദ്ധാർത്ഥ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നിലവിൽ ഇയാൾക്കെതിരെ ഫോറിനേഴ്സ് ആക്ടിലെയും ഇമിഗ്രേഷൻ നിയമത്തിലെയും സെക്ഷൻ 21, 23 പ്രകാരം നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിനും അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും സൊനാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.
ഇയാളൊരു അന്താരാഷ്ട്ര ചാരനാണോ, അതോ അതിർത്തിയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്താൻ എത്തിയതാണോ, അതോ മ്യാൻമറിലെ പോലെ അതിർത്തിയിലെ വിഘടനവാദ ഗ്രൂപ്പുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളും IB യും അതീവ ഗൗരവത്തോടെ അന്വേഷിച്ചു വരികയാണ്.